ഇപ്പൊ കേരളത്തിലെ 3.5 കോടിക്കും ഇവർ ശബ്ദം കേൾപ്പിച്ചു. കേൾപ്പിച്ച ശബ്ദം എന്താന്നുള്ളതല്ല, തീവ്രവാദം, ഭീകരവാദം, കുടുംബീകരൻ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ആദ്യ നാളുകളിൽ എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കിയത്? മാരണക്കാരൻ, ഭ്രാന്തൻ, കുടുംബബന്ധം തകർക്കുന്നവൻ, നമ്മുടെ മതത്തെ തള്ളിപ്പറയുന്നവൻ, നമ്മുടെ വിശ്വാസത്തെ തകർക്കുന്നവൻ, എന്തൊക്കെ പറഞ്ഞു. അതിനെപ്പറ്റിയൊക്കെ കൂടി അല്ലാഹു തആല നടത്തിയ നിരൂപണം മക്കയുടെ ടാവട്ടത്തിൽ നിന്ന് മക്കയുടെ പരിസര സമൂഹങ്ങളിലേക്ക്, അതിൻ്റെ അപ്പുറത്തേക്ക് ഇസ്ലാം കടന്നു ചെന്നപ്പോ തെറ്റായിട്ട് വിജയത്തിലുള്ള ഒടുങ്ങാത്ത അഭിലാഷം, ഫലഅല്ലക ബാഹിദുൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലൻ യുഅ്മിനൂ ബിഹാദൽ ഹദീസ് അസ്ഫ. അതാണ് അവിടെ പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയത്. ഇവിടെ ഇസ്ലാം പേടി സൃഷ്ടിക്കുകയാണ്. ഇസ്ലാമോഫോബിയ, പേടിക്കണം. എന്നിട്ട് എന്തുമാത്രം എങ്ങോട്ടാണ് ഈ നാടിനെ കൊണ്ടുപോകുന്നത്? സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ഭ്രാന്താലയം സൃഷ്ടിക്കുന്നതിലാണ് നിർഭാഗ്യവശാൽ ഇവിടുത്തെ LDFും UDFും മത്സരിക്കുന്നത്. നവോത്ഥാന കേരളം സൃഷ്ടിച്ചെടുത്തു എന്ന് അവകാശപ്പെടുന്നവർ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പണി നേരത്തെ പറഞ്ഞ അതേ ഭ്രാന്താലയത്തിന്റെ സൃഷ്ടിയാണ്. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തുച്ഛമായ അധികാരത്തിനു വേണ്ടി ഏതു നെറുകേടും കാണിക്കാം എന്നിടത്ത് പ്രബുദ്ധ കേരളത്തിലെ അതിനെ നയിച്ചുകൊണ്ടിരിക്കേണ്ടുന്ന രാഷ്ട്രീയ പാർട്ടികൾ എത്തിച്ചേരുന്നുവെങ്കിൽ അത് ഈ നാടിന് ഗുരുതരമായ വെല്ലുവിളിയാണ്, ആപത്താണത്. നന്മേച്ഛുക്കളായ മുഴുവൻ ആളുകളെയും അണിനിരത്തി ഈ വെല്ലുവിളികൾ അഭിമുഖീകരിക്കാൻ രാജ്യത്തിന്റെ നന്മയിൽ താല്പര്യമുള്ളവർ ബാധ്യസ്ഥരാണ്. അവനവന്റെ കാര്യം വരുമ്പോഴില്ല. ഇപ്പൊ എന്താണ് മുസ്ലിം സ്വത്വത്തിന്റെ ഒക്കെ ഒരു വില അറിയോ? റിസർവേഷൻ കിട്ടണം. അതുവരെ ഉണ്ടായിരുന്നത് ലൗ ജിഹാദ. അതും ഇന്ന് പേടിപ്പെടുത്തുന്ന ഒന്നാണ്. ഇവിടെ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തുനിന്ന് ഏതൊക്കെയോ സംഘടനകൾ ഒത്തുകൂടിയിട്ട് ഇതര സമുദായങ്ങളിലെ സ്ത്രീകളെ കല്യാണം കഴിച്ച് ദീനിക്കൂട്ടാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇത് ശുദ്ധ അസംബന്ധമാണ് എന്ന് ഇവിടുത്തെ അന്വേഷണം നടത്തിയ എല്ലാവരും ഒരുപോലെ പറഞ്ഞതാണ്. പ്രണയം ഇവിടെ ഉണ്ട്, അതിൽ സംശയമില്ല. അത് ആരാ ഉത്തരവാദി? ഒരു മതത്തിൽപ്പെട്ടവര് ആ മതത്തിൽപ്പെട്ടവരെ മാത്രമേ കല്യാണം കഴിക്കാവൂ എന്നിവിടെ നിയമമുണ്ടോ? പ്രായപൂർത്തിയായിട്ടുള്ള ആണിനും പെണ്ണിനും ഇഷ്ടമുള്ള ആരെയും വധുവോ വരനോ ആയി അതൊന്നുമല്ലാതെയും ഒരുമിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഈ രാജ്യത്തിലെ നിയമമാണ്. ഇവിടെ ഏതെങ്കിലും മതസംഘടനകളല്ല അതിൻ്റെ ഉത്തരവാദികൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നായകന്മാർ, രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ, ജനപ്രതിനിധികൾ അവിടെയൊക്കെ ഇഷ്ടം പോലെ ഈ മിശ്ര വിവാഹങ്ങൾ നടന്നിട്ടുണ്ട്, അവർ ജീവിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കതിലൊരു അഭിപ്രായ വ്യത്യാസമല്ല. പക്ഷെ അനാവശ്യമായിട്ട് മേക്കിട്ടെടുക്കരുത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക മൂല്യങ്ങൾ വിവാഹത്തിലും കുടുംബജീവിതത്തിലും ഒക്കെ മൂല്യങ്ങൾ പാലിക്കുന്ന ആദർശപ്പൊരുത്തമുള്ള വിവാഹങ്ങളാണ് വേണ്ടത് എന്നതാണ് മതവിധി. ആ വിധിയെ ഇവിടെ നടപ്പിലാക്കാൻ പാടുള്ളൂ എന്ന അഭിപ്രായം നമുക്കില്ല. കാരണം ഈ രാജ്യത്തിന്റെ പൊതുവായ നിയമങ്ങൾ വെച്ചിട്ട് ആളുകൾക്ക് അതിലുള്ള സ്വാതന്ത്ര്യം ആകാം. പക്ഷേ അത് അനാവശ്യമായിട്ട് ലൗ ജിഹാദ് എന്ന് പറഞ്ഞപ്പോ അതിൻ്റെ പേരിൽ ഒരു സമുദായത്തെ വിറപ്പിക്കാൻ, തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ വർഗീയ ധ്രുവീകരണ ശ്രമങ്ങൾ, അതാണ് വസ്തുത.
ജനതയെ അവർക്കിടയിൽ വിഭാഗീയതകൾ ഉണ്ടാക്കുക, വർഗീയത സൃഷ്ടിക്കുക, വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുക, അത് ഈ രാജ്യത്തിന് നാടിന് ഗുണകരമാകുമോ എന്ന് ശാന്തമായിട്ട് ചിന്തിക്കണം. ആലോചിക്കേണ്ടവർ ആലോചിക്കണം. എങ്ങോട്ടാണ് നാടിനെ ഇവർ നയിച്ചു കൊണ്ടുപോകുന്നത്? എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? മുസ്ലിം സമൂഹം ന്യൂനപക്ഷങ്ങൾക്ക് അവകാശപ്പെട്ട എല്ലാ അവകാശങ്ങളും അത് മുസ്ലിം സമൂഹം കൊള്ളയടിക്കുന്നു. അവരത് അനർഹമായി നേടിയെടുക്കുന്നു, വാരിക്കൂട്ടുന്നു. ഉത്തരവാദപ്പെട്ടവർ മിണ്ടാതിരിക്കുക. അങ്ങനെ നടന്നോട്ടെ ചർച്ച. യഥാർത്ഥത്തിൽ അർഹതപ്പെട്ടത് കിട്ടിയിട്ടുണ്ടോ? അനർഹമായത് നമുക്ക് ആവശ്യമില്ല എന്ന കാര്യത്തിൽ കേരളത്തിലെ മുസ്ലിം സംഘടനകൾ ഐക്യകണ്ഠേനയാണ്. നമുക്ക് വേണ്ട, ആരാൻ്റെത് തട്ടിയെടുത്തത് ആവശ്യമില്ല. അർഹതപ്പെട്ടത് കൊടുത്തോ? അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ഭരണകൂടത്തിന്റെ കയ്യിലുണ്ടല്ലോ. ആ വിവരങ്ങൾ എന്തുകൊണ്ടാണ് ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാത്തത്? അതിന്റെ പിന്നിലുള്ള നിഗൂഢമായ താല്പര്യം ഇവിടെ വർഗീയ ധ്രുവീകരണം നടക്കട്ടെ. അതിന് പറ്റുന്ന ഏതു ഇന്ധനവും ഉപയോഗപ്പെടുത്താം എന്നിടത്താണ് ഇന്നവരെ എത്തി നിൽക്കുന്നത്. ഇത് നാടിന് ഗുണകരമല്ല. നമ്മൾ പ്രതിനിധീകരിക്കുന്നത് മനുഷ്യന്റെ ഏകത്വത്തിലാണ്, മനുഷ്യരുടെ ഒരുമയിലാണ്. ഒരേ സൃഷ്ടികർത്താവിന്റെ സൃഷ്ടികളാണ്, ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്, ഏകോദര സഹോദരങ്ങളാണ്. രാജ്യനിവാസികൾ ഒരുമിച്ചു നിന്ന് നാടിന്റെ നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ്. വ്യത്യസ്തമായ ആശയങ്ങൾ, വിവിധമായ കാഴ്ചപ്പാടുകൾ അത് ഉൾക്കൊള്ളാനും വിശ്വസിക്കാനും ആചരിക്കാനും അതിനെ സംബന്ധിച്ച് സർഗാത്മകമായ അന്തരീക്ഷത്തിൽ സംവദിക്കാനുമുള്ള അവകാശമുണ്ട്. അവിടെയാണ് നാടിന് നന്മ പുലരുക. അവിടെയാണ് ഒരു നവോത്ഥാന സമൂഹം രൂപപ്പെട്ടു വരിക. അവിടെയാണ് പരസ്പര സംരക്ഷണ ചുമതലയേറ്റെടുത്തുകൊണ്ട് നാടിന് മുന്നോട്ട് പോകാൻ കഴിയുക. വർഗീയത, വിഭാഗീയത, പക്ഷപാതിത്വം അത് നാടിന് ആപത്താണ്. ഒരു നന്മയിൽ ആഗ്രഹിക്കുന്ന ഒരു ദർശനവും അത് വകവെച്ചു തരുന്നില്ല. നന്മയാഗ്രഹിക്കുന്നവർ വർഗീയ വിഭാഗീയ പ്രവണതകളെ നിരാകരിക്കുന്നതാണ്. അതിന് തെല്ലും അവസരം സൃഷ്ടിക്കാത്തതാണ് ജമാഅത്തെ ഇസ്ലാമി പ്രതിനിധാനം ചെയ്യുന്ന ആദർശ പരിസരം എന്ന് മനസ്സിലാക്കപ്പെടേണ്ടതുണ്ട്. ചരിത്രത്തിൽ ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. എത്രയോ ദശകങ്ങളായി പ്രവർത്തിക്കുകയാണ്, സ്വാതന്ത്ര്യത്തിന്റെ മുമ്പും സ്വാതന്ത്ര്യത്തിന്റെ ശേഷവുമായിട്ട്. എന്നിട്ട് എല്ലാത്തരം ഗവേഷണങ്ങളും നടത്തി, പഠനം നടത്തി, ഇവരിൽ വർഗീയതയ്ക്ക് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലുമുണ്ടോ എന്ന് അന്വേഷിച്ച അന്വേഷണ ഏജൻസികൾക്കോ രാജ്യത്തിലെ പരമോന്നത നീതിപീഠത്തിനോ അത് കണ്ടെത്താനായില്ല. അവരൊക്കെയും മനസ്സിനെ ഇസ്ലാം വിരുദ്ധമായിട്ടുള്ള ഒരു മനസ്സിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾക്കിടയിൽ ഈ സമൂഹത്തിന്റെ പൊതുബോധം ഇസ്ലാമിന് അനുകൂലമാക്കി തീർക്കാനുള്ള ശരിയായ പ്രബോധന പ്രവർത്തനങ്ങളിലേക്ക് നാം കടന്നു വരണം. നാടിന്റെ പൊതുബോധം ഇസ്ലാമിനെ മനസ്സിലാക്കണം. തീർച്ചയായും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത്തരം തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കുന്നതിനെ വളരെ യുക്തിയോടും സത്യസന്ധതയോടും ഗുണകാംക്ഷയോടും കൂടി അഭിമുഖീകരിക്കാൻ നാം ബാധ്യസ്ഥരാണ്. അത് നാടിന്റെ നന്മയ്ക്ക് ആവശ്യമാണ്, സമൂഹത്തിന്റെ നന്മയ്ക്ക് ആവശ്യമാണ്. ഇസ്ലാമിക പ്രസ്ഥാനത്തിന് കാലഘട്ടത്തിൽ നിർവഹിക്കാനുള്ള മഹത്തായ ദൗത്യമാണ്. ഉമ്മത്ത് മുസ്ലിമ ഒരു 100 കൂട്ടം പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഉമ്മത്തിന് ഇസ്ലാമിക ജീവിതം, അവരുടെ വ്യക്തി ജീവിതം,
അവരുടെ കുടുംബജീവിതം, അവരുടെ സാമൂഹ്യ രംഗത്തുള്ള ഇടപെടലുകൾ, അവയൊക്കെ ഇസ്ലാമിക മൂല്യങ്ങളെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ആയിത്തീരുക എന്നത് വളരെ വളരെ ആവശ്യമാണ്. ഇസ്ലാമിന്റെ മാതൃക സൃഷ്ടിക്കുവാൻ ഉമ്മത്തിനെ പ്രാപ്തമാക്കണം. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കൂട്ടായ പരിശ്രമങ്ങളിലൂടെ ഒരു പരിധി വരെ ഐക്യത്തിന്റെയും സൗഹൃദത്തിന്റേതുമായ അന്തരീക്ഷം ഉമ്മത്ത് മുസ്ലിമയിലുണ്ട്. ആ അന്തരീക്ഷത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തിന്റെ നന്മക്ക് വേണ്ടി, പൊതുസമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി അതിനെ പ്രയോജനപ്പെടുത്താൻ നമുക്കാവണം. നമ്മുടെ പ്രവർത്തകന്മാർ അവർ കുറെ കൂടി സുസജ്ജരായി തീരണം. ആ സുസജ്ജരാവുക എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പടച്ചതമ്പുരാനുമായിട്ടുള്ള അവരുടെ ബന്ധം, പ്രതിസന്ധികളിൽ അല്ലാഹുവിലേക്ക് തിരിയുവാൻ നിർവഹിക്കപ്പെടുന്ന ഉത്തരവാദിത്വം പടച്ചതമ്പുരാന് തൃപ്തിപ്പെട്ടതായി തീരണമെന്ന സാധ്യത്തോടുകൂടി പ്രവാചകന്മാരുടെ, അമ്പിയാക്കളുടെ പാത അനുധാവനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്കാവണം. ഇത് എന്നത് നമ്മുടെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാടാണ്. പ്രവാചകന് വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സൂറ ഫുസ്സില നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഫുസ്സിലത്തിന്റെ പശ്ചാത്തലം നമുക്കറിയാവുന്നതാണ്. കടുകട്ടിയായ കരിമ്പാറക്കൂട്ടങ്ങളെ, പ്രതിസന്ധികളുടെ വലിയ തിരമാലകളെ അഭിമുഖീകരിക്കാൻ എനിക്കും ഈ കൊച്ചു സംഘത്തിനും എങ്ങനെ സാധ്യമായി തീരുമെന്നോ പ്രവാചകൻ ചിന്തിക്കുമ്പോഴാണ് അള്ളാഹു വഴി കാണിക്കുന്നത്. അതാണ് നമ്മുടെ വഴി, അതാണ് നമ്മുടെ ദിശ. അള്ളാഹുവിന്റെ പ്രീതി, പരലോകത്ത് സ്വർഗം, അതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ മുന്നോട്ട് പോയ, നമ്മുടെ മുമ്പ് കടന്നുപോയിട്ടുള്ള വഴികാട്ടികളായ മഹാരഥന്മാർ, അവരുടെ തുടർച്ചയിലാണ് നമ്മൾ കടന്നു വരുന്നത്. ഈ ഉത്തരവാദിത്തങ്ങൾ വളരെ ഭംഗിയായി നിർവഹിക്കാൻ നമുക്ക് സാധ്യമാകണം. അതിനുള്ളതാണ് നമ്മുടെ ഓഫീസുകൾ, അതിനുള്ളതാണ് നമ്മുടെ ട്രസ്റ്റുകൾ, അതിനുള്ളതാണ് നമ്മുടെ മസാജിദുകൾ, അതിനുള്ളതാണ് നമ്മുടെ സ്കൂളുകൾ, അതിനുള്ളതാണ് നമ്മുടെ കോളേജുകൾ. നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളുടെയും അടിസ്ഥാനപരമായ ദൗത്യം അതാണ്.